നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും നല്ല ഒഴുക്കായിരുന്നു. ഒഴുക്കെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുന്നതിനോടൊപ്പം മീനുകൾ നീന്തിപ്പോകുന്നത് പോലെ ചില മീനുകൾ പിന്നിലേക്ക് ഒഴുക്കിനെതിരെ നീന്തുകയായിരുന്നു. അത് എല്ലാ പാർട്ടിയിൽ നിന്നും ആ ഒഴുക്ക് ഉണ്ടായിരുന്നു. CPM-ൽ നിന്നും ഒഴുക്കുണ്ടായിരുന്നു, BJP-യിൽ നിന്നും ഒഴുക്കുണ്ടായിരുന്നു, കോൺഗ്രസിൽ നിന്നും ഒഴുക്കുണ്ടായിരുന്നു, മറ്റ് പാർട്ടികളിൽ നിന്നൊക്കെ ചെറു പാർട്ടികളിൽ നിന്നൊക്കെയും ഒഴുക്കുണ്ടായിരുന്നു. ഇത്രയും നാൾ തങ്ങൾ പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്നും ഒഴുകി മാറിയവർ അവർ ചേക്കേറിയ പ്രസ്ഥാനങ്ങളിൽ സ്ഥാനാർത്ഥിയാവുകയായിരുന്നു. അത് വളരെ നല്ല കാര്യമാണ്. കാരണം അവരെ സ്വീകരിച്ച രാഷ്ട്രീയക്കാർ അവരെ ഉപേക്ഷിച്ച് ഇല്ല. അല്ലെങ്കിൽ ഒരു സാധാരണ പ്രവർത്തകനായി അവരെ കൂടെ നിർത്തുകയല്ല, അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകുകയായിരുന്നു. അത് വളരെ നല്ല കാര്യമാണ്. കാരണം അവർ അത് പ്രതീക്ഷിച്ചാണല്ലോ അപ്പുറത്തേക്ക് ചെന്നത്. ഏതെങ്കിലും ഒരു സാധാ പ്രവർത്തകൻ, പോസ്റ്റർ ഒട്ടിക്കുന്നവൻ ഈ ഇലക്ഷൻ ഉടൻ ഉണ്ടാകുമെന്നറിഞ്ഞുകൊണ്ട് ചുവടുമാറി ചവിട്ടിയില്ല. അങ്ങനെ ചവിടുമാറ്റി ചവിട്ടിയവരില്ല. തങ്ങൾ വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആശയം ഇഷ്ടപ്പെടാഞ്ഞിട്ട് പോയതല്ല, മറിച്ച് അധികാരമോഹം കൊണ്ടുപോയതാണ്. ഈ അധികാരമോഹമാണ് എല്ലാ ആളുകളെയും ഈ കാലുമാറാൻ പ്രേരിപ്പിക്കുന്നത്. മറുചേരിയിലെത്തിയതിനു ശേഷം സ്ഥാനാർത്ഥിയായ ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. കേരളത്തിലുള്ള നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റ് പ്രസ്ഥാനങ്ങളിൽ സജീവമായിട്ടുണ്ടായിരുന്ന പലരും എതിർചേരിയിൽ അല്ലെങ്കിൽ എതിർപാളയത്തിലെത്തി അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. അവർ മോഹിച്ചിരുന്നതും അത് തന്നെയാണ്. ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഞാൻ സ്ഥാനാർത്ഥിയായി, ഞാൻ ജയിച്ചാലും തോറ്റാലും അടുത്ത തവണ എനിക്ക് സീറ്റ് ഉറപ്പാണ്, അതിനടുത്ത തവണ ഞാൻ ജയിക്കും. അങ്ങനെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. അല്ലാതെ സ്ഥാനാർത്ഥിയായിട്ട് അങ്ങോട്ട് മറുകണ്ഠം ചാടിയാലുടൻ അവിടെ ജയിക്കണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. സർക്കാരിന്റെ ലിസ്റ്റിൽ പേരച്ചടിച്ചു വരും, പോസ്റ്റർ ലോകം മുഴുവൻ പോസ്റ്ററിൽ വരും, TV-യിൽ വരും, പത്രങ്ങളിൽ വരും, അങ്ങനെ പ്രശസ്തനാകാം. ഓരോ വ്യക്തികളും, ഒട്ടുമുക്കാൽ വ്യക്തികളും രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് സ്ഥാനമോഹത്തോടു കൂടിയാണ്. എത്രയോ തവണ ചില രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നിട്ടും അവിടുന്ന് കാലുമാറി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നവരില്ലേ, അവരുടെ മനസ്സിൽ ഈ അധികാരമോഹമാണ്. ഇലക്ഷൻ കാലമായതിനാൽ ഈ അധികാരത്തെപ്പറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയത്തെപ്പറ്റി പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. എന്റെ അഭിപ്രായത്തിൽ കാലുമാറി വരുന്നവരെ ജയിപ്പിക്കരുത്. അത് ഏത് പാർട്ടിയിൽ നിന്ന് ഏത് പാർട്ടിയിലേക്ക് ചെന്നാലും അവരെ ജയിപ്പിക്കരുത്. കാരണം അവർ ഇത്രയും നാൾ പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനത്തിന്റെ കാല് വാരിയിട്ടാണ് അവർ മറുവശത്തേക്ക് വരുന്നത്. ഇവരെ ഒരു സ്ഥാനത്തും നിർത്താവുന്നവരല്ല. ഇപ്പോൾ അവർ ചേക്കേറിയിരിക്കുന്ന സ്ഥലത്ത് തനിക്ക് സുരക്ഷിതത്വമില്ല, അല്ലെങ്കിൽ തനിക്ക് ഇവിടെ നേതാവാകാൻ കഴിയില്ലെന്ന് ബോധ്യം വന്നാൽ അവർ വേറൊരിടത്തേക്ക് ചാടിപ്പോകും. ഈ കാലുമാറ്റം ഒരു വലിയ ശാപമായി തീർന്നിരിക്കുകയാണ്. ഒരു പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിന്ന് അവിടെ നിന്ന് നേതാവായി കഴിയുമ്പോൾ അത് പോരാ എന്ന് തോന്നുന്നവരാണ് മറ്റൊരു സ്ഥാനത്തേക്ക് മാറിപ്പോകുന്നത്. അവർ നേതൃത്വത്തെ അനുസരിക്കുന്നവരല്ല. അതുകൊണ്ടാണല്ലോ അവർക്ക് മറുകണ്ഠം ചാടിപ്പോകാൻ തോന്നുന്നത്. ഇലക്ഷൻ ആയതുകൊണ്ട് ഇലക്ഷനെ പറ്റി പറയുന്നതാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുന്നതാണെന്ന് നല്ലതെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഈ വിഷയം പറഞ്ഞെന്നേ ഉള്ളൂ. ഇതൊരു ചെറിയ വിഷയമാണ്, എന്നാൽ വലിയ വിഷയമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നമസ്കാരം.